FCRI നിയന്ത്രണ ബിൽ ക്രൈസ്തവ സഭകളുടെ സ്വത്തും സ്ഥാപനങ്ങളും കവരാനെന്ന് കേന്ദ്ര സർക്കാർ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന്റെ ഭേദഗതി പാർലമെന്റിൽ പാസാക്കാനുള്ള നീക്കം ഭരണഘടനയുടെ ലംഘനമാണെന്ന് ആക്ഷേപം. ഈ നീക്കത്തിൽ പ്രതിഷേധവുമായി ക്രൈസ്തവ സഭകൾ പരസ്യമായി രംഗത്തിറങ്ങി. സഭകളിൽ സ്വാധീനമുറപ്പിക്കാൻ BJP നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും അരമനകൾ കയറിയിറങ്ങുമ്പോഴാണ് പാർലമെന്റിലെ ഈ ബിൽ അവതരണം. 5 വർഷം കൂടുമ്പോഴാണ് FCRI ലൈസൻസ് പുതുക്കേണ്ടത്. പുതുക്കൽ നിരസിക്കപ്പെടുകയോ അപേക്ഷ നൽകാതിരിക്കുകയോ കാലാവധി കഴിഞ്ഞും പുതുക്കി കിട്ടാതിരിക്കുകയോ ചെയ്താൽ ആ സംഭാവന ഉപയോഗിച്ചുണ്ടാക്കിയ ആസ്തികൾ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന പ്രത്യേക അതോറിറ്റിക്ക് ഏറ്റെടുക്കാമെന്നാണ് വ്യവസ്ഥ. 6 വർഷം മുമ്പ് ഒരു ഭേദഗതി പാസാക്കിയിരുന്നു. അതിൽ ഈ അക്കൗണ്ടുകൾ ന്യൂഡൽഹിയിലെ SBI മെയിൻ ബ്രാഞ്ചിൽ മാത്രമാക്കി. ഇപ്പോൾ തന്നെ കർശന ചട്ടക്കൂടുള്ള നിയമത്തിന് വീണ്ടും ഭേദഗതി നീക്കം ഭരണഘടനാ തത്വങ്ങളോടുള്ള വെല്ലുവിളിയായും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. നിലവിൽ ലൈസൻസ് പുതുക്കൽ പല കാരണങ്ങളാൽ തടയുകയോ റദ്ദാക്കുകയോ ചെയ്യുന്ന രീതിയുണ്ട്. കേരളത്തിലെ ഒരു അതിരൂപതയുടെ ലൈസൻസ് റദ്ദാക്കി. മറ്റൊരു രൂപതയുടെ അക്കൗണ്ടിൽ നിന്ന് സാങ്കേതിക പിഴവുകൾ പറഞ്ഞ് 10 ലക്ഷം രൂപ പിഴ ഈടാക്കിയെന്നും വിവരമുണ്ട്. കൊച്ചിയിലെ ഒരു കത്തോലിക്ക സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കിയിട്ടില്ല. കേരളത്തിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നവയിൽ 60% ക്രൈസ്തവ സ്ഥാപനങ്ങളാണ്. ഫണ്ട് നിലച്ചാൽ ഇവർ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളും നിലയ്ക്കും. രാജ്യത്തെ നിയമങ്ങൾ ഭിന്നതയുണ്ടാക്കുന്നതാകരുതെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ പറഞ്ഞു. സർക്കാർ തിരുത്തുമെന്ന പ്രതീക്ഷയിലാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി. ബില്ല് പാസ്സാക്കരുതെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.